തേനിലും മധുരം വേദമല്ലാതെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകം നാം പഠിച്ചു തുടങ്ങിയിരിക്കുകയാണല്ലോ. ഇതിൽ 22 അധ്യായങ്ങളുണ്ട്. 1-ാം അധ്യായം മുതൽ ക്രമമായി, വളരെ ചുരുക്കമായി, ലളിതമായി അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനാൽ ഇത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒരു ചെറിയ ബുക്കും ഒരു പേനയുമായി വന്ന് ഓരോ അധ്യായവും പോയിൻറ്റ്സ് എഴുതിയെടുത്ത് ക്രമമായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ഒരു പുസ്തകമാക്കി മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സാധിക്കും. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. 1-ാം അധ്യായം കഴിഞ്ഞ നാളിൽ നാം പഠിച്ചു കഴിഞ്ഞു. യോഹന്നാൻ കണ്ടതായ കർത്താവിൻ്റെ മഹത്വ രൂപത്തെക്കുറിച്ചും വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നതായും നാം പഠിച്ചു. 1 നീ കണ്ടത്, 2 ഇപ്പോൾ ഉള്ളത്, 3 മേലാൽ സംഭവിക്കാനുള്ളത്. നീ കണ്ടത് ക്രിസ്തുവിൻ്റെ മഹത്വ രൂപം, അതിനെക്കുറിച്ച് നാം പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് ഇപ്പോഴുള്ളത്, അത് 7 സഭകളാണ്. ഈ 7 സഭകളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുവാൻ ആരംഭിക്കുന്നത്. കടന്നു വന്നിട്ടുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് എഴുതിയെടുത്ത് ശ്രദ്ധയോടെ പഠിക്കുന്നവർക്കായും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ കൂടെ ധാരാളം പേർ വെളിപ്പാട് പുസ്തകം പഠിക്കുവാനിട വരട്ടെ. ധാരാളം പേർ ഇത് പഠിക്കേണ്ടതിന് നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. 7 സഭകൾ, 7 സഭകളിലൂടെ 7 സഭാ കാലഘട്ടത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എഫസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയഥൈര്യ, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ, ഇങ്ങനെ 7 സഭകൾ. എഫസോസ് 1-ാം നൂറ്റാണ്ടിലെ ആദ്യകാല സഭയാണിത്. AD 70 മുതൽ 170 വരെയുള്ള സഭാ കാലഘട്ടം. സ്മുർന്ന സഭ 3-ാം നൂറ്റാണ്ടിലെ സഭയാണിത്. പീഡകാല സഭയാണ്. AD 170 മുതൽ AD 313 വരെയുള്ള സഭാകാലഘട്ടം. പെർഗമോസ് സഭ കള്ളപ്രവാചകന്മാർ നുഴഞ്ഞു കയറിയ കാലം. ഇത് 4-ാം നൂറ്റാണ്ടിലെ സഭയാണ്. AD 313 മുതൽ 606 വരെയുള്ള സഭാകാലഘട്ടം. തുയഥൈര്യ സഭ, ഇത് 16-ാം നൂറ്റാണ്ടിലെ സഭാകാലഘട്ടമാണ്. 4-ാം നൂറ്റാണ്ടിൽ പെർഗമോസ് സഭയിൽ ആരംഭിച്ച കള്ളപ്രവാചകന്മാരാൽ ജാതീയ ആചാരങ്ങൾ സഭയിൽ കടന്നു കയറി. കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ ഭരണകാലമാണത്. സഭ പോപ്പുമാരുടെ കൈകളിലായി വിഗ്രഹാരാധനയാൽ നിറയപ്പെട്ട സഭാ കാലഘട്ടം. AD 606 മുതൽ 1520 വരെയുള്ള കാലഘട്ടമാണിത്. സർദീസ് സഭ, ഇത് 18-ാം നൂറ്റാണ്ടിലെ സഭാ കാലഘട്ടമാണ്. സത്യവചനവുമായി ഇറങ്ങിത്തിരിച്ചവരിലൂടെ സ്ഥാപിതമായ നവീകരണ സഭാ കാലഘട്ടം ആണ് സർദീസ് സഭാ കാലഘട്ടം. AD 1520 മുതൽ 1750 വരെയുള്ള കാലഘട്ടം. അടുത്തായി ഫിലദൽഫിയ സഭ, ഇത് 19-ാം നൂറ്റാണ്ടിലെ സഭാകാലമാണ്. സർദീസ് സഭാകാലത്തുള്ള ദുരുപദേശങ്ങൾ കടന്നു വന്ന് ഇവയെ തരണം ചെയ്തുകൊണ്ട് സത്യവചനവുമായി ഇറങ്ങിത്തിരിച്ച ഉണർവുകാല സഭാ കാലഘട്ടമാണിത്. AD 1750 മുതൽ 1906 വരെയുള്ള കാലഘട്ടം. അവസാനത്തെ സഭ ലവോദിക്യ സഭ. ഈ സഭയ്ക്ക് ശേഷം പിന്നെ സഭകളില്ല, സഭകളെക്കുറിച്ച് പറയുന്നില്ല. ഇത് 20-ാം നൂറ്റാണ്ട് മുതലുള്ള സഭാ കാലഘട്ടമാണ്. ഇത് അന്ത്യകാല സഭാ കാലഘട്ടമാണ്. സഭ ഇന്ന് ശീതപാനുമല്ല ഉഷ്ണപാനുമല്ല, ശീതോഷ്ണാവസ്ഥയിലാണ് സഭയായിരിക്കുന്നത്. സഭയിൽ ലോകമയത്വം കടന്നു കയറി വെറും നാമധേയ സഭയായി മാറി. നെല്ലും കളയും ഒരുമിച്ച് വളരുകയാണ്. കർത്താവിൻ്റെ കൊയ്ത്തുകാലം വരുമ്പോൾ ഇവയെ, നെല്ലിനെയും കളയെയും വേർതിരിച്ച് നെൽമണികളെ കളപ്പുരയിൽ കൂട്ടിവെക്കുകയും കളയെ തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അങ്ങനെ കൊയ്ത്തുകാലത്ത് ഇവയെ വേർതിരിക്കും. തുടർന്ന് ഇത് AD 1906 മുതൽ കർത്താവിൻ്റെ വരവ് വരെയുള്ള സഭാ കാലഘട്ടമാണ്. തുടർന്ന് ഓരോ സഭകളെയും കുറിച്ച് നമുക്ക് പഠിക്കാം. അധ്യായം 2, 7 സഭകൾ.
ആസ്യയിൽ, അതായത് ഏഷ്യ മൈനറിൽ ധാരാളം സഭകളുണ്ട്. എന്നാൽ 7 സഭകളെ മാത്രമാണ് കർത്താവ് തിരഞ്ഞെടുത്ത് ദൂത് നൽകുന്നത്. ഇത് കർത്താവിൻ്റെ വരവ് വരെയുള്ള 7 സഭാ കാലഘട്ടത്തിലുമുള്ള എല്ലാ വിശ്വാസികൾക്കുമാണ് ഈ ദൂത് നൽകുന്നത്. കർത്താവിൻ്റെ വരവ് വരെയുമുള്ള എല്ലാ വിശ്വാസികളും ഈ 7 സഭാ കാലഘട്ടത്തിലും തന്നിരിക്കുന്ന ദൂതുകൾ അനുസരിക്കണം. ക്രിസ്തുവിന് വേണ്ടി ഒരു മണവാട്ടിയെ ഒരുക്കിയെടുക്കേണ്ടതിന് മണവാട്ടി എങ്ങനെ ഒരുങ്ങണം എന്ന മുന്നറിയിപ്പുകളും, ഒരുങ്ങിയില്ലെങ്കിൽ മണവാട്ടിയുടെ സ്ഥാനം നഷ്ടപ്പെടും എന്ന താക്കീതും സഭാകാല ആരംഭം മുതൽ കാന്തനായ ക്രിസ്തു കാന്തയായ സഭയ്ക്ക് നൽകുകയാണ്. എങ്ങനെ ഒരുങ്ങണം എന്ന വിധവും ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, എഫെസോസ് സഭ AD 70 മുതൽ 170 വരെയുള്ള കാലഘട്ടം. 1-ാം നൂറ്റാണ്ടിലെ സഭയാണത്. ആ സഭയെക്കുറിച്ച് തിരുവചനം പറയുന്നത് വായിക്കുകയാണ്. 2-ാം അധ്യായം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക: 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നത്: ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും എല്ലാം ഞാൻ അറിയുന്നു. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കൊല്യോവരുടെ നടപ്പ് നീ പയക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. അത് ഞാനും പയക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇവിടെ സഭയുടെ നല്ല കാര്യങ്ങളൊക്കെയും കർത്താവ് പുകഴ്ത്തി പറയുകയാണ്. ഈ സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1-ാം നൂറ്റാണ്ടിലെ സഭയാണെന്ന് പറഞ്ഞല്ലോ. ആദ്യ സഭാകാലം ആരംഭിക്കുന്നത് സഭയാണ് എഫെസോസ് സഭ. ഇവിടെ പൗലോസ് താമസിച്ച് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. വ്യാജമതങ്ങളുടെയും വിഗ്രഹാരാധനയുടെയും കേന്ദ്രമാണിവിടെ. വിശ്വാസികൾ നിലനിൽക്കുവാൻ വളരെ പ്രയത്നിച്ചു. എന്നാൽ വളരെ കഷ്ടം സഹിച്ച് തളരാതെ വിശ്വാസികൾ നിലനിന്നു. അതിനെക്കുറിച്ച് കർത്താവ് ഇവിടെ പുകഴ്ത്തി പറയുന്നുണ്ട്. നീ വളരെ അധ്വാനിച്ചു, നീ വളരെ കഷ്ടം സഹിച്ചു, എൻ്റെ നാമനിമിത്തം നീ സഹിച്ച് തളർന്നു പോകാത്തതൊക്കെ ഞാൻ അറിയുന്നു. അങ്ങനെ അവരുടെ നല്ല പ്രവൃത്തികളെ പുകഴ്ത്തി പറയുന്നു. എങ്കിലും ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന ആ കുറ്റം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട ആ കുറ്റം അവരെ ഓർമ്മിപ്പിക്കുകയും അവളുടെ അവൾക്ക് ബലം കുറഞ്ഞു, ബലഹീനതയിൽ അവൾ തളർന്നു പോയ അവസരത്തിലാണ് ഈ ആദ്യ സ്നേഹം കുറഞ്ഞു പോയത്. ആ ബലം ക്ഷയിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ അവൾ മടങ്ങി വന്നാൽ അവൾക്ക് നൽകുവാനിരിക്കുന്ന അനുഗ്രഹങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ജീവവൃക്ഷഫലം ഞാൻ നിനക്ക് തിന്മാൻ തരും. മടങ്ങി വന്നില്ലെങ്കിൽ നിൻ്റെ നിലവിളക്ക് നിന്നിൽ നിന്ന് നീക്കിക്കളയും, നിന്നെ ഇരുട്ടിലേക്ക് തള്ളിക്കളയും എന്ന മുന്നറിയിപ്പ് കർത്താവ് നൽകുകയാണ്. ഇവിടെ 7 സഭകൾക്കും 7 രീതിയിലാണ് കർത്താവ് വെളിപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വെളിപ്പെട്ടത് 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവനായിട്ടാണ് ഈ സഭയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതായത് 7 നക്ഷത്രം വലങ്കയിൽ 7 സഭയാണ് അത്. അവയെ ഇത്രത്തോളം നീ ബലം ക്ഷയിച്ച് നിൻ്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എങ്കിലും നിൻ്റെ ബലഹീനതയിൽ വന്നുപോയ തെറ്റാണ്, അത് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല, നീ എൻ്റെ കയ്യിൽ സുരക്ഷിതയാണ് എന്നവരെ അറിയിക്കുവാനാണ്
ഈ കാഴ്ചയിൽ കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴത്തെ കാലം അന്ത്യകാല സഭയാണ്. നമുക്ക് നമ്മെ ശോധന ചെയ്യാം. ആദ്യ സ്നേഹം നമുക്കിന്നുണ്ടോ? ആ രക്ഷിക്കപ്പെട്ട നാളിലെ ഐക്യത, ആ പ്രാർത്ഥനാ ജീവിതം, ആ കർത്താവിൻ്റെ വരവിനു വേണ്ടിയുള്ള ആ കാത്തിരിപ്പ്, തീഷ്ണതയോടെ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ള ആവേശം, ആ വിശുദ്ധ ജീവിതം, വേർപാട്, ഇതൊക്കെയും ഇന്ന് നിനക്കുണ്ടോ? ശോധന ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതിൽ നമ്മൾ ഇരുട്ടിലേക്ക് പോകാതിരിക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഈ അന്ത്യകാലത്ത് ശോധന ചെയ്യാം. ആദ്യ സ്നേഹത്തിൽ തന്നെ നമുക്ക് നിലനിൽക്കാം. ഇവിടെ ഒരു പാട്ട് ഓർമ്മ വരികയാണ്. ആദ്യ സ്നേഹം നിന്നിൽ എന്നും ഉണ്ടോ സോദര, നീ യേശുവെ കണ്ട നാളിലെ ചൂടും നിന്നുള്ളിലെന്നുണ്ടോ സോദരി. നമുക്ക് ചിന്തിക്കാം. എന്തൊരു സ്നേഹം, എന്തൊരു ഐക്യത, എന്തൊരു കൂട്ടായ്മ, എന്തൊരു പ്രാർത്ഥന, എന്തൊരു താഴ്മ, എന്തൊരു ആവേശം അതിന്നുമുണ്ടോ. എന്ത് വിശ്വാസം, എന്ത് വിശുദ്ധി, എന്തൊരു ദൈവഭയം, എന്ത് പ്രത്യാശ, എന്ത് സഹായം, എന്തൊരു കാരുണ്യം അതങ്ങ് പോയി. അയ്യോ സോറി എൻ്റെ പൊന്നു ബ്രദറെ, ഭയങ്കര ബിസിയാണേ. സൺഡേയും മൺഡേയും തേഴ്സ്ഡേയുമെല്ലാം, സൺഡേയും മൺഡേയും ഫ്രൈഡേയുമെല്ലാം ഓരോരോ കാര്യങ്ങളാ, എന്തു ചെയ്യാനാ. നിൽക്കുക നിൽക്കുക മടങ്ങുക, യേശുവിൻ പാദത്തിൽ വീഴുക നീ. നിന്നിലുള്ള ദൈവിക ബന്ധം ആഴത്തിൽ ഉറപ്പിക്ക നീ, വൈകരുതിനി. ആദ്യ സ്നേഹം നിന്നിൽ എന്നും ഉണ്ടോ സോദര, നീ യേശുവെ കണ്ട നാളിലെ ചൂട് നിന്നുള്ളിലെന്നുണ്ടോ സോദരി. നമുക്ക് ചിന്തിക്കാം, നമുക്ക് നമ്മെ ശോധന ചെയ്യാം. ഈ അന്ത്യകാലത്ത് നമുക്ക് തീഷ്ണതയോടെ എഴുന്നേൽക്കാം, ഒരുങ്ങാം. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.